ഹായ് ഹലോ കൂട്ടുകാരെ, പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ യൂട്യൂബില്. നമുക്കെല്ലാം നല്ല ഉപകാരപ്രദമായ ഒരു അപ്ഡേഷനാണ്. എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കിയാലോ. കുറേ ഉണ്ട്, 30 അപ്ഡേഷൻ ഉണ്ട്. പക്ഷെ ഞാനൊരു 4-5 അപ്ഡേഷൻ നിങ്ങൾക്ക് നിങ്ങളോട് കാണിച്ചു തന്ന് പറയാം. ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ. ഹായ് ഹലോ കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞ യൂട്യൂബില് പുതിയ അപ്ഡേഷൻ വന്ന കാര്യം? കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഒരു 30ഓളം അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു 7 അപ്ഡേഷൻ ഞാൻ പറയാം. അതിനാണ് ഞാൻ വന്നത്. ആദ്യമായിട്ടുള്ള അപ്ഡേഷൻ എന്തെന്ന് വെച്ചാൽ, ഓട്ടോ ഡബിങ് ഉണ്ടല്ലോ, ഓട്ടോ ഡബ്ഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതെല്ലാവർക്കും ഡൗട്ടാണ്. ഓണാക്കി വെക്കണോ ഓഫാക്കി വെക്കണോ? അത് ഓഫാക്കി വെക്കണം. അതില് നമ്മുടെ ലാംഗ്വേജ്, അതായത് അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ വരും, ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ വരും, നമ്മുടെ ലാംഗ്വേജിൽ വരും. എവിടെയാണോ പോകുന്നത് ആ സ്ഥലങ്ങളിൽ ആ ലാംഗ്വേജിൽ എഴുതി കാണിക്കും. ഇനി നമ്മുടെ ലിപ്പും കൂടി എഴുതി കാണിക്കുന്നതോടൊപ്പം നമ്മുടെ ലിപ്പും കൂടി അതേപോലെ വരും. അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള എന്താന്ന് വെച്ചാല് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് രണ്ടുപേര് നമുക്കിപ്പോ വ്യൂസ് ഒക്കെ കുറവാണെങ്കിൽ നല്ല വ്യൂസ് ഒക്കെ ഉള്ള ഒരാളിന്റെ കൂടെ നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പൊ മോണി ആയവരാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ റവന്യൂ വരുന്ന വെച്ചാല് 2 പേർക്കും കൂടിയിട്ടാണ് വരുന്നത്. അത് നമുക്ക് വൈറ്റി സ്റ്റുഡിയോ പോയാൽ ഗ്രാഫ് നന്നായിട്ട് അത് കാണിക്കും, ഗ്രാഫ് കാണിക്കും എത്രയാണ് ഏണിങ്സ് വന്നിട്ടുള്ളത്, ഒരാൾക്ക് എത്ര പോയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഗ്രാഫിലുണ്ടാവും. പിന്നെ മൂന്നാമതായിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻ എന്തെന്ന് വെച്ചാല് തമ്പനെയില്. നമ്മുടെ തമ്പനെയില് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിനി 3 തമ്പനെയില് സെറ്റ് ചെയ്യാം. അതായത് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള തമ്പനെയില് സെറ്റ് ചെയ്യാം നമുക്ക്. മറ്റേത് കറക്ഷൻ ഒന്നും വരുത്തിക്കൂടല്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചേഞ്ച് ഒക്കെ വരുത്തുമ്പോഴത്തേക്ക് അത് പ്രശ്നമാവും എന്നൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നല്ലോ. ഇനി അതൊന്നുമില്ല, 3 തമ്പനെയില് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നല്ലൊരു അപ്ഡേഷൻ അല്ലേ. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ള എന്താന്ന് വെച്ചാല് ലൈവ് ചെയ്യുന്നവർക്ക്, പലർക്ക് ലൈവ് ചെയ്യാൻ മടിയല്ലേ, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും ഒക്കെ ഒരു മടിയാണ് എല്ലാവർക്കും, മുന്നോട്ട് വരാനുള്ള മടി. അത് മാറ്റാനായിട്ടാണ് യൂട്യൂബ് പ്രത്യേക ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് പ്രാക്ടീസ് ലൈവ്. അതായത് പ്രാക്ടീസ് ലൈവ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് പബ്ലിക് ആക്കാതെ തന്നെ അവർക്ക് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് നോക്കിയിട്ട് ഇത് കൊള്ളാമോ, പബ്ലിക് ആക്കാം എന്ന് തോന്നുന്നെങ്കിൽ മാത്രം പബ്ലിക് ആക്കിയാൽ മതി. അതും ഒരു നല്ലൊരു അപ്ഡേഷനാണ്. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് വെച്ചാല് നമ്മൾ വലിയ വീഡിയോസ് എടുത്തിട്ട് അതിനെ ഷോർട്ടാക്കി ഇടുമ്പം റീയൂസ്ഡ് കണ്ടന്റ് വരാറുണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ അതിൽ നിന്ന് തന്നെ ഷോർട്ടാക്കി ഇടുമ്പം റീയൂസ്ഡ് കണ്ടന്റ് വരും. ഇനി അതിനുള്ള ചാൻസ് ഇല്ല. അതായത് ക്ലിപ്പായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ, വലിയ വീഡിയോന്ന് ക്ലിപ്പായിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ അത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പല ആപ്പിലും അതില്ല. പല ആപ്പിലും ചെന്ന് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് വരും. യൂട്യൂബിന്റെ തന്നെ ഒരു ആപ്പ് ഉണ്ട്, അതായത് യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പ്. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലുണ്ട് ക്ലിപ്പ് മാത്രം എടുക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് നമ്മളെ വലിയ വീഡിയോസ് നമുക്ക് ഷോർട്ടാക്കി ഇടാം. അപ്പൊ നമുക്ക് അതും ഷോർട്ടിനും ഇടാം, വലിയ വീഡിയോയ്ക്ക് ഇടാം. അതും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് ഉപകാരപ്രദമായ ഇത്തിരി ഓപ്ഷൻ എനിക്ക് തോന്നി. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിന്റെ ക്ലിപ്പും കൂടെ ഇതില് ആഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിന്റെ ക്ലിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യണ്ടേ.
കമന്റ് ചെയ്യുക. പിന്നീട് ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ, ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് അടുത്തുടനെ തന്നെ വരുന്നതാണ്. അതുവരെ എന്റെ എല്ലാ ചങ്കുകൾക്കും ടാറ്റാ.